അമ്മയ്ക്ക് മാതൃദിനത്തിൽ ദളപതിയുടെ ഏറ്റവും വലിയ സമ്മാനം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് അധികാരമേറ്റു. ലോകമെമ്പാടുമുള്ള അമ്മമാർക്ക് ഈ മാതൃദിനം ഏറെ പ്രത്യേകതയുള്ളതാണെങ്കിലും പ്രശസ്ത ഗായിക ശോഭാ ചന്ദ്രശേഖറിന് ഈ ദിനം ചരിത്രപരമാണ്. തമിഴ് ജനതയുടെ പ്രിയപ്പെട്ട ദളപതി സാക്ഷാൽ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ഇന്ന് അധികാരമേറ്റു. ഒരു മകൻ തന്റെ അമ്മയ്ക്ക് നൽകുന്ന എക്കാലത്തെയും വലിയ മാതൃദിന സമ്മാനമായി അത് മാറുകയാണ്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കും അവിടെ നിന്ന് മുഖ്യമന്ത്രി പദവിയിലേക്കുമുള്ള അദ്ദേഹത്തിന്റെ യാത്രയുടെ ലഘുചരിത്രം ഇങ്ങനെയാണ്. സിനിമയുടെ പശ്ചാത്തലത്തിലെ കുട്ടിക്കാലം. 1974 ജൂൺ 22 ചെന്നൈയിൽ പ്രശസ്ത സംവിധായകൻ AS ചന്ദ്രശേഖറിന്റെയും ഗായിക ശോഭാ ചന്ദ്രശേഖറിന്റെയും മകനായി ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വിജയ് ജനിച്ചു. സിനിമയുടെ പശ്ചാത്തലത്തിൽ വളർന്ന അദ്ദേഹം ചെന്നൈയിൽ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് കോളേജ് പഠനത്തിന് ചേർന്നുവെങ്കിലും അഭിനയത്തിനോടുള്ള തന്റെ അടങ്ങാത്ത ആഗ്രഹം കാരണം പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് സിനിമയിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കൊടുത്തു. ബാലതാരത്തിൽ നിന്ന് തമിഴകത്തിന്റെ സ്വന്തം നായകനിലേക്ക്. 1984 വെട്രി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് വിജയ് വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് അച്ഛൻ സംവിധാനം ചെയ്ത നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. 1992 പുറത്തിറങ്ങിയ നാളെയ തീർപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് വിജയ് ആദ്യമായി നായകനാകുന്നത്. കരിയറിന്റെ തുടക്കത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ നേരിട്ടെങ്കിലും 1996 പുറത്തിറങ്ങിയ പൂവേ ഉനക്കാക എന്ന പ്രണയ ചിത്രം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറി. ഈ ചിത്രം അദ്ദേഹത്തെ തമിഴകത്തെ ഏറ്റവും വ്യത്യസ്തനായ യുവ നായകനാക്കി മാറ്റി. ബോക്സ് ഓഫീസ് കീഴടക്കിയ മാസ് ഹീറോ. വർഷങ്ങൾ കടന്നു പോകുന്തോറും പ്രണയ നായകന്മാരിൽ നിന്ന് തമിഴ്നാടിന്റെ സ്വന്തം ആക്ഷൻ ഹീറോയായി വിജയ് വളർന്നു. ഗില്ലി, തുപ്പാക്കി, മെർസൽ തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ അദ്ദേഹത്തെ ജനങ്ങളുടെ പ്രിയപ്പെട്ട ദളപതിയാക്കി. മികച്ച ആക്ഷൻ രംഗങ്ങൾ, ആവേശമുണർത്തുന്ന ഗാനങ്ങൾ, സമൂഹത്തിന് നൽകുന്ന ശക്തമായ സന്ദേശങ്ങൾ എന്നിവ അദ്ദേഹത്തിന്റെ സിനിമകളുടെ പ്രത്യേകതയായി മാറി. ഇത് ദക്ഷിണേന്ത്യയിലുടനീളം അദ്ദേഹത്തിന് വലിയൊരു ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചു കൊടുത്തു. രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പും ചരിത്ര നേട്ടവും തന്റെ സ്വതസിദ്ധമായ സ്ക്രീൻ പ്രസൻസും നൃത്തച്ചുവടുകളും ഡയലോഗ് ഡെലിവറിയും കൊണ്ട് ദശബ്ദങ്ങളാക്കി. ആരാധകരെ ആവേശം കൊള്ളിച്ച വിജയ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളാണ്. മാസ്റ്റർ, ലിയോ തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ പാൻ ഇന്ത്യൻ സ്വാധീനം ഒന്നുകൂടി ഉറപ്പിച്ചു. സിനിമകളിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിച്ചിരുന്ന അദ്ദേഹം ഇന്ന് യഥാർത്ഥ ജീവിതത്തിൽ ജനങ്ങളുടെ ശബ്ദമായി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ഭരണചക്രം തിരിക്കാൻ ഒരുങ്ങുകയാണ്. തന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും തനിക്കൊപ്പം കരുത്തായി